പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, രക്തത്തുളുപ്പിൽ കിടന്ന് ആവശ്യമില്ലാത്തത് മുഴുവനും പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതയോട്, പൊന്നുമോനെ, എല്ലാ കൂട്ടുകാരും നിന്നെ കൈയൊഴിയും. പൊന്നുമോര്, എല്ലാവരും നിന്നെ കൈയൊഴിയുന്ന ഒരു ദിവസമുണ്ട്. നീ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? എടാ, ഒരുത്തനും നിന്റെ കൂടെ വരില്ലടാ. നിന്റെ വാപ്പ വരില്ല, നിന്റെ ഉമ്മ വരില്ല, നിന്റെ കൂടെ കിടന്ന് സുഖിച്ച നിന്റെ ഭാര്യ പോലും വരില്ല. നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ ഭാര്യ എന്തേ പറയുന്നതെന്നറിയുവോ? എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാവുള്ളത്? നിന്റെ ഭാര്യ കരയുന്നത് എങ്ങനെയെന്നറിയുവോ? മരിച്ച വീട്ടിൽ പോകുന്നവരാണല്ലോ പെണ്ണുങ്ങൾ കരയുന്നത് എങ്ങനെയെന്നറിയുവോ? എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാവുള്ളത്? എനിക്കും എന്റെ മക്കൾക്കും ആരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അവൾക്ക് എല്ലാവരുമുണ്ട്. അവളുടെ വാപ്പയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ വാഴ പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്നീ സദസ്സിലെങ്ങാണമെന്ന് വീണ് മരിച്ചുപോയാ, അല്ലാഹുവേ, ആരെങ്കിലും എന്നെ വന്ന് കൊണ്ടുപോകുമല്ലോ. എന്റെ കൂടെ വന്ന് സലീമിച്ച, അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ സാഫി, ആരെങ്കിലും എന്റെ ജനാസ ഇന്ന് തിരുവനന്തപുരം വരെ എത്തിക്കുമല്ലോ. വീടിനകത്ത് വെള്ളത്തുണിയിൽ പുതച്ചു കിടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ സുമയ്യയുണ്ടല്ലോ, അവള് പൊട്ടിക്കരയുന്നത് എന്തു പറഞ്ഞിട്ടാണെന്നറിയുവോ? എനിക്കാരാവുള്ളത്? എന്റെ മക്കൾക്കാരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടെ പുറപ്പുണ്ട്, അവളുടെ ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. പക്ഷേ സിറാജിനാരാവുള്ളത്? കബറിനകത്ത് ഞാൻ തനിച്ചാണല്ലോ. ഞാൻ